എല്ലാ പ്രിയപ്പെട്ടവർക്കും ജീവവചനം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറയായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിശ്വാസം. ജീവിതത്തിൽ എല്ലാം നന്നായി നടക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തതുപോലെ തോന്നുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് യഥാർത്ഥ വിശ്വാസം? ബൈബിൾ വിശ്വാസത്തെ നിർവചിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ വഴി കാണാത്തപ്പോഴും ദൈവം നമുക്കായി ഒരു വഴി ഒരുക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി ഉറപ്പിക്കുന്നതാണ് വിശ്വാസം. നമ്മൾ ഒരു ഇരുണ്ട മുറിയിലിരിക്കുമ്പോൾ പുറത്ത് സൂര്യനുണ്ടെന്ന് നമുക്കറിയാം, കാരണം നമ്മളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുപോലെ ജീവിതത്തിൽ ഇരുട്ട് മൂടുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അവിടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇനി ബൈബിളിലെ ഒരു സംഭവത്തെക്കുറിച്ച് നോക്കാം. കൊടുങ്കാറ്റിലെ വിശ്വാസം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്ന സംഭവം നമുക്കറിയാം. യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് യേശുവിനെ വിളിച്ചു ചോദിച്ചു, ഗുരു, നമ്മൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വലിയ തകർച്ചകളോ രോഗങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഉറങ്ങുകയാണെന്ന്, അല്ലെങ്കിൽ ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന്, അല്ലേ? എന്നാൽ യേശു അന്ന് എഴുന്നേറ്റ് കടലിനെ ശാന്തമാക്കിയ ശേഷം ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ എന്ന്. യേശു നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഉണ്ടെങ്കിൽ ആ പടക് ഒരിക്കലും മുങ്ങിപ്പോകില്ല. കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തേക്കാൾ വലിയവനാണ് കൂടെയുള്ളത് എന്ന ചിന്തയാണ് വിശ്വാസം. ഇനി നമ്മളിലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നോക്കിയാലോ? പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം തകരാറുണ്ടല്ലേ? അബ്രഹാമിൻ്റെ ജീവിതം നോക്കൂ. മക്കളില്ലാതെ വർഷങ്ങളോളം കാത്തിരുന്നിട്ടും അവൻ ദൈവത്തിൽ സംശയിച്ചില്ല. ഒടുവിൽ ദൈവം അവന് നൽകിയ വാഗ്ദാനം നിറവേറ്റി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ മറുപടി ചിലപ്പോൾ ഉടനെ ആയിരിക്കില്ല, ചിലപ്പോൾ കാത്തിരിക്കൂ എന്നായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചോദിച്ചതിനേക്കാൾ മികച്ച മറ്റൊന്ന് തരാനായിരിക്കും. ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് ദൈവത്തെ മുറുകെ പിടിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. നമ്മുടെ വിശ്വാസം എങ്ങനെ വളർത്താമെന്ന് നോക്കാം. ദിവസവുമുള്ള വായന. വചനം കേൾക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയുമാണ് വിശ്വാസം വളരുന്നത്. ദിവസവും ഒരു അധ്യായമെങ്കിലും ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തുക. നന്ദിയുള്ളവരായിരിക്കുക. മുൻപ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുക. അന്ന് സഹായിച്ച ദൈവം ഇന്നും സഹായിക്കും എന്ന ചിന്ത മനസ്സിന് ധൈര്യം തരും. ചെറിയ കാര്യങ്ങളിലെ പ്രാർത്ഥന. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും ദൈവത്തോട് ചോദിക്കുക. ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇരട്ടിയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത്, വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നോക്കുക. അവൻ നിങ്ങളെ കൈവിടില്ല. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഭയന്നു പോകാതെ അങ്ങിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ മനോഹരമായ വചനങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക്